നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് എത്രയും പെട്ടെന്ന് സുമിതേടത്തേക്ക് തന്നെ നൽകിയാലോ? എടി മണ്ടത്തരം പറയാതെ. ഈ ഡയറി തൽക്കാലം നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല. അമ്മ നമ്മളെ രണ്ടുപേരെയും ഒഴിവാക്കി കമ്പനി സ്വത്തുക്കളും നിതീഷേട്ടനും നന്ദിതയ്ക്ക് മാത്രമായി നൽകാൻ പോവല്ലേ. അതിനെ ഇല്ലാതാക്കാൻ നമ്മുടെ കയ്യിലും എന്തെങ്കിലും തുറപ്പുചീട്ട് വേണ്ടേ? എന്തായാലും ചേച്ചിയുടെ ബുദ്ധി കൊള്ളാം. ഈ ഡയറി നമുക്ക് ഉറപ്പായും ഉപകാരപ്പെടും. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് സുമിതേടത്തേക്ക് കൊടുക്കാം. അതന്നേരത്തെ കാര്യല്ലേ, അപ്പൊ നോക്കാം. പിന്നെ സുമിതേടത്തിയുടെ കൂടെ നമ്മള് കൂടി സ്ഥിതിക്ക് ഒയ്യാരത്ത് വീട്ടിൽ അവർ നേരിട്ട തിരിച്ചടികൾക്ക് ഒരു മറുപടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ത് മറുപടി? ഇത് നമ്മൾ കലക്കം ചേച്ചി. ചേച്ചി എന്ത് വേണേലും പ്ലാൻ ചെയ്തോ, ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അത്രയെങ്കിലും നമ്മൾ സുമിതേടത്തിക്ക് വേണ്ടി ചെയ്യണം സനു. നമ്മൾ പ്ലാൻ ചെയ്ത പരിപാടികൾ നടക്കുന്ന ദിവസം അമ്മയുടെയും നിതീഷേട്ടന്റെയും നന്ദിതയുടെ ഒക്കെ മുഖങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അല്ലേ ചേച്ചി? സുമി, ഗിരി എന്താ കിച്ചണില്? ഞാൻ സുമി അവിടെയൊക്കെ തിരക്കി, അവിടെയും കാണാത്തോണ്ടാ ഇങ്ങോട്ട് വന്നത്. താങ്ക് യു. സുമി, ഇന്ന് സനു എന്നെ വിളിച്ചിരുന്നു. അവൾ എന്നോടൊരു കാര്യം സൂചിപ്പിച്ചു. നന്ദിതയ്ക്ക് നടത്തിയ പോലെ ഒരു ചടങ്ങ് നിന്റെ കാര്യത്തിൽ നടത്തണമെന്ന്. ഏയ്, അത്ര ആഘോഷങ്ങളൊന്നും വേണ്ട ഗിരി. എന്തിനാ വെറുതെ? സുമി, വേണം. ഒന്നിനൊരു കുറവും വരാൻ പാടില്ല. ഇതൊക്കെ ഗർഭിണിയായ പെണ്ണിന്റെ അവകാശമാണ് സുമി. കൊള്ളാലോ. ഇതൊക്കെ സനു പറഞ്ഞ് പഠിപ്പിച്ചാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെന്തായാലും പറഞ്ഞ കാര്യം തന്നെയല്ലേ. ഗർഭിണിയായപ്പോ നിന്റെ അനിയത്തിക്ക് കിട്ടിയതൊക്കെ നിനക്കും കിട്ടണം. അങ്ങനെ മത്സരബുദ്ധി കാണിക്കേണ്ട കാര്യമാണോ ഇതൊക്കെ? ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രസവിക്കുക, അതിനപ്പുറം എന്റെ മനസ്സിൽ വേറെ ഒരു ആഗ്രഹമില്ല ഗിരി. ഇത് മത്സരബുദ്ധിയൊന്നും അല്ല സുമി, നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ലേ. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തണം. നമുക്ക് വേണ്ടി അത് കണ്ടെത്തി തരാൻ നമുക്ക് വേറെ ആരുമില്ലല്ലോ. നമുക്ക് നമ്മളെ ഉള്ളു സുമി. നമ്മുടെ കൂടെ നിൽക്കാൻ അച്ഛമ്മയും നവ്യയും സനുവും ഒക്കെ ഉണ്ടല്ലോ. അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നേ. ഗിരിക്ക് മാത്രമല്ല, എന്റെ മനസ്സിലും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ഇപ്പൊ വേണ്ട. എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. എന്നിട്ട് ഗിരിയുടെ അമ്മ കൂടെ നമ്മുടെ കൂടെ താമസിക്കാൻ വരണം. അതിനു മുമ്പ് നമ്മൾ എന്താഘോഷിച്ചാലും ആ സന്തോഷത്തിനൊന്നും ഒരു പൂർണ്ണത ഉണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് എത്രയും പെട്ടെന്ന് സുമിതേടത്തേക്ക് തന്നെ നൽകിയാലോ? എടി മണ്ടത്തരം പറയാതെ. ഈ ഡയറി തൽക്കാലം നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല. അമ്മ നമ്മളെ രണ്ടുപേരെയും ഒഴിവാക്കി കമ്പനി സ്വത്തുക്കളും നിതീഷേട്ടനും നന്ദിതയ്ക്ക് മാത്രമായി നൽകാൻ പോവല്ലേ. അതിനെ ഇല്ലാതാക്കാൻ നമ്മുടെ കയ്യിലും എന്തെങ്കിലും തുറപ്പുചീട്ട് വേണ്ടേ? എന്തായാലും ചേച്ചിയുടെ ബുദ്ധി കൊള്ളാം. ഈ ഡയറി നമുക്ക് ഉറപ്പായും ഉപകാരപ്പെടും. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് സുമിതേടത്തേക്ക് കൊടുക്കാം. അതന്നേരത്തെ കാര്യല്ലേ, അപ്പൊ നോക്കാം. പിന്നെ സുമിതേടത്തിയുടെ കൂടെ നമ്മള് കൂടി സ്ഥിതിക്ക് ഒയ്യാരത്ത് വീട്ടിൽ അവർ നേരിട്ട തിരിച്ചടികൾക്ക് ഒരു മറുപടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ത് മറുപടി? ഇത് നമ്മൾ കലക്കം ചേച്ചി. ചേച്ചി എന്ത് വേണേലും പ്ലാൻ ചെയ്തോ, ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അത്രയെങ്കിലും നമ്മൾ സുമിതേടത്തിക്ക് വേണ്ടി ചെയ്യണം സനു.
നമ്മള് പ്ലാൻ ചെയ്ത പരിപാടികൾ നടക്കുന്ന ദിവസം അമ്മയുടെയും നിതീഷേട്ടന്റെയും നന്ദിതയുടെയൊക്കെ മുഖങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അല്ലേ ചേച്ചി? സുമി, ഗിരി എന്താ കിച്ചണില്? ഞാൻ സുമിയെ അവിടെയൊക്കെ തിരക്കി, അവിടെയും കാണാത്തോണ്ടാ ഇങ്ങോട്ട് വന്നത്. ദാ. താങ്ക് യു. സുമി, ഇന്ന് സനു എന്നെ വിളിച്ചിരുന്നു. അവൾ എന്നോടൊരു കാര്യം സൂചിപ്പിച്ചു. നന്ദിതയ്ക്ക് നടത്തിയ പോലെ ഒരു ചടങ്ങ് നിന്റെ കാര്യത്തിൽ നടത്തണമെന്ന്. ഏയ്, അത്ര ആഘോഷങ്ങളൊന്നും വേണ്ട ഗിരി. എന്തിനാ വെറുതെ? സുമി, വേണം. ഒന്നിനൊരു കുറവും വരാൻ പാടില്ല. ഇതൊക്കെ ഗർഭിണിയായ പെണ്ണിന്റെ അവകാശമാണ് സുമി. കൊള്ളാലോ. ഇതൊക്കെ സനു പറഞ്ഞ് പഠിപ്പിച്ചാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെന്തായാലും പറഞ്ഞ കാര്യം തന്നെയല്ലേ. ഗർഭിണിയായപ്പോ നിന്റെ അനിയത്തിക്ക് കിട്ടിയതൊക്കെ നിനക്കും കിട്ടണം. അങ്ങനെ മത്സരബുദ്ധി കാണിക്കേണ്ട കാര്യമാണോ ഇതൊക്കെ? ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രസവിക്കുക, അതിനപ്പുറം എന്റെ മനസ്സിൽ വേറെ ഒരു ആഗ്രഹമില്ല ഗിരി. ഇത് മത്സരബുദ്ധിയൊന്നും അല്ല സുമി, നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ലേ. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തണം. നമുക്ക് വേണ്ടി അത് കണ്ടെത്തിത്തരാൻ നമുക്ക് വേറെ ആരുമില്ലല്ലോ. നമുക്ക് നമ്മളെ ഉള്ളു സുമി. നമ്മുടെ കൂടെ നിൽക്കാൻ അച്ഛമ്മയും നവ്യയും സനുവും ഒക്കെ ഉണ്ടല്ലോ. അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാ ഞാൻ കരുതുന്നേ. ഗിരിക്ക് മാത്രമല്ല, എന്റെ മനസ്സിലും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ഇപ്പൊ വേണ്ട. എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. എന്നിട്ട് ഗിരിയുടെ അമ്മ കൂടെ നമ്മുടെ കൂടെ താമസിക്കാൻ വരണം. അതിനു മുമ്പ് നമ്മൾ എന്താഘോഷിച്ചാലും ആ സന്തോഷത്തിനൊന്നും ഒരു പൂർണ്ണത ഉണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ചോദിക്കുന്ന അത്രയും പണം, കോടികളെങ്കിൽ കോടികൾ, അതും കിട്ടും. കിട്ടും സുസ്മിതേ. അതേസമയം ഞാൻ ഡ്രഗിന്റെ പേര് പറയാതിരുന്ന കൊച്ചിന്റെ മരണം, എനിക്കുള്ള തൂക്കുകയർ, ജയിലിൽ നരകിച്ചുള്ള ജീവിതം, ആകെ ശോകം അല്ലേ? എന്നാലേ എനിക്ക് ആ ശോകവും നരകവും മതിയെങ്കിലോ. ഡ്രഗിന്റെ പേര് പറയാൻ മനസ്സിലെങ്കിൽ നിന്നെ കൊണ്ട് ആ ഡ്രഗിന്റെ പേര് പറയിക്കാൻ നിന്റെ മുന്നിൽ ഇങ്ങനെ കെഞ്ചുകയും യാചിക്കുകയും ചെയ്യണ്ട. ഒരു കാര്യവും ഈ ലിഡിയ പോളിനില്ല. ആ ഡ്രഗിന്റെ പേര് മാത്രമല്ല, നിനക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നീ കാണുകയും കേൾക്കുകയും ചെയ്ത സകലമാന ഡ്രഗ്സിന്റെയും പേര് നീ കരഞ്ഞ് നിലവിളിച്ചോണ്ട് എന്നോട് പറയും. നീ ഇവിടെ നിലത്ത് അട്ട എഴയുന്ന പോലെ കിടന്ന് എഴയും. അങ്ങനെ പറയിപ്പിച്ചിട്ടുണ്ടടി ഈ ലിഡിയ പോൾ. എന്തടി കാണണോ നിനക്ക്? നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്ന? നഖത്തിനിടയിൽ മൊട്ടുസൂചി അടിച്ചു കയറ്റോ, അതോ കാൽമുട്ടകൾക്ക് താഴെ റൂൾ തടി വെച്ച് ഉരുട്ടോ? അതുമല്ലെങ്കിൽ തൊലി ഉരിച്ചെടുക്കാം. ആ, ഇനി വേറൊരു വഴിയുണ്ട്. കൈയും കാലും ബലമായി പിടിച്ചു വെച്ച് അതിന്റെ വിരലുകൾ ഓരോന്നും കൂടം കൊണ്ട് അടിച്ചു തകർക്കാം. എന്റേതൊരു മനുഷ്യ ശരീരം തന്നെയാ. എനിക്ക് വേദനിക്കുന്നുള്ളതും സത്യം തന്നെയാ. ആ വേദന എനിക്കൊരു ആനന്ദമാണെങ്കിലോ. എത്രമാത്രം വേദനിക്കുന്നോ അത്രമാത്രം ഞാൻ ആ മരുന്നിന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് ഉള്ളിൽ സന്തോഷിക്കുള്ളൂ ഞാൻ. അതിന്റെ പേരിൽ മരിക്കേണ്ടി വന്നാ പോലും അതെനിക്കൊരു ആനന്ദമായിരിക്കും. മരണത്തിന് മുന്നിൽ പോലും സുസ്മിത തലയുയർത്തി തോൽക്കാതെ നിന്നല്ലോ എന്ന് സന്തോഷിക്കുള്ളൂ ഞാൻ.
നിങ്ങൾ കണ്ടിട്ടുള്ള മുക്കാൽ ചക്രത്തിന്റെ മോഷ്ടാവോ മാനക്കേട് ഭയന്ന് പെറ്റ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് ജയിലിലേക്ക് വന്ന സ്ത്രീയോ അല്ല ഞാൻ. ഇതേ സുസ്മിതയാ. സുസ്മിത. സുസ്മിത, സമയം പോയിക്കൊണ്ടിരിക്കുക. നിന്നെ ഭീഷണിപ്പെടുത്താനോ ദ്രോഹിക്കാനോ ഒന്നും വന്നതല്ല ഞങ്ങള്. നിങ്ങളുടെ മോളുടെ ജീവൻ, അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാ. സുസ്മിത, പറ, എന്താ വേണ്ടെന്ന് പറ, അത് ഞങ്ങൾ ചെയ്യാം. പ്ലീസ്, നിന്റെ കാല് പിടിക്കണം, അത് ഞാൻ ചെയ്യാം. ഇപ്പോഴാ ശാലിനി നിങ്ങൾ കറക്റ്റ് റൂട്ടിലേക്ക് വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുസ്മിത, പറയ്, നിനക്ക് എന്താ വേണ്ടത്? എന്റെ ബിലോങ്ങിങ്സ് ഇങ്ങെടുക്ക. ജയിൽ സൂപ്രണ്ടായിരുന്നിട്ട് നിങ്ങക്ക് മനസ്സിലായില്ലേ ലിഡിയ പോളെ ബിലോങ്ങിങ്സ് എന്താണെന്ന്? ഞാൻ ഇട്ടോണ്ട് വന്ന ഡ്രസ്സും ആഭരണങ്ങളും. ദേ ഇത് ഓർമ്മയുണ്ടോ നിങ്ങൾക്കിത്? വിഷ്ണുവേട്ടൻ എന്നും എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനി നീ എന്തൊക്കെ നാടകമാടിയാലും നിനക്ക് വിഷ്ണുവേട്ടനെ കിട്ടില്ല. ഈ താലി എന്റെയും വിഷ്ണുവേട്ടന്റെയും വിവാഹ ചടങ്ങിന് വേണ്ടി പൂജിച്ചതാണെങ്കിൽ വിഷ്ണുവേട്ടനെ കൊണ്ട് തന്നെ ഇതെന്റെ കഴുത്തിൽ ഞാൻ കെട്ടിച്ചിരിക്കും. ഇതാടി ഞാൻ വർഷങ്ങളോളം ഊണിലും ഉറക്കത്തിലും കയ്യിൽ സൂക്ഷിച്ചിരുന്നത്. ഓരോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഓരോ പകൽ ഉണരുമ്പോഴും ഞാൻ എന്റെ ശബ്ദം ആവർത്തിച്ചുകൊണ്ടിരുന്നു. എന്റെ പക ഞാൻ തേച്ച് മിനുക്കിക്കൊണ്ടിരുന്നു. രോഹിത് എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴും ഞാൻ ഇത് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ താലിയുടെ പവിത്രത നഷ്ടമാകാതിരിക്കാനാ അവനെ കൊണ്ട് ഞാൻ എന്റെ ശരീരത്തിൽ പോലും തൊടിയിപ്പിക്കാതിരുന്നു. വിഷ്ണുവേട്ടനും എനിക്കും ഇടയിൽ ഒരു തടസ്സമായിട്ട് വന്നതുകൊണ്ടാ ഞാൻ രോഹിത്തിനെ കൊക്കയിലേക്ക് ചവിട്ടിത്തള്ളിയത്. അങ്ങനെ നോക്കുമ്പോ നീ പോലും വിഷ്ണുവേട്ടനെ ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല. ഇത്രയും കാത്തിരുന്നിട്ടില്ല, ഇത്രയും ത്യാഗം സഹിച്ചിട്ടില്ല. സുസ്മിത, എനിക്കിപ്പോ എന്താ വേണ്ടത്? ഈ താലി വിഷ്ണുവേട്ടൻ എന്റെ കഴുത്തി കെട്ടണം.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്താ അവന്തിക പേടിച്ചു നിൽക്കുന്നേ? ഞാൻ കരുതിയത് ഫ്രണ്ടിന്റെ ഭർത്താവിനെ ആദ്യമായിട്ട് കാണുമ്പോ അവന്തികയ്ക്ക് സന്തോഷാവൂന്ന്. എന്താ ഞാൻ സന്ധ്യയുടെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് വിശ്വാസാവുന്നില്ലേ? ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു, അതാണ് പേരിലുള്ളൊരു വ്യത്യാസം. പിന്നെ ഈ പ്രണയ വിവാഹം ആയതുകൊണ്ട് മറ്റാരെയും അറിയിച്ചിട്ടുമില്ല. എന്താ ഇപ്പൊ വിശ്വാസമായില്ലേ? സന്ധ്യ എപ്പോഴോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വിവാഹത്തിന്റെ തിരക്കിലായതുകൊണ്ടാ സന്ധ്യ മരിച്ചപ്പോ വരാൻ കഴിയാഞ്ഞത്. പിന്നെ അവളെ ജീവനില്ലാതെ കാണാനുള്ള ശക്തി എനിക്കില്ല. അവളുടെ കുറെ നല്ല ഓർമ്മകൾ എന്നിലുണ്ട്. എനിക്കത് മതി. സത്യം പറഞ്ഞ അവന്തിക പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ആര് മരിച്ച കാര്യം അവന്തിക ഈ പറയുന്നത്? സന്ധ്യ. അതിന് സന്ധ്യ മരിച്ചിട്ടില്ലല്ലോ. എന്റെ ഭാര്യ സന്ധ്യ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. കാണണോ അവന്തിക്ക്? ഇന്ന് നീ ചത്ത് ചാവടിയുന്ന ദിവസം കാരണമാവുന്നത് ഞാനും. നീ രക്ഷപ്പെടില്ല സന്ധ്യ. നീ ഒന്ന് താഴേക്ക് നോക്കിക്കേ. നീ വെള്ളം കുടിച്ച് മരിച്ചാ മതി. ജലസമാധിയായി. Goodbye. Goodbye, my dear friend. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് നിന്റെ അഭിനയമാണെന്ന് എനിക്കറിയാം. എന്റെ കുഞ്ഞിന്റെ സന്തോഷം കളയാനല്ലേ നീയും നിന്റെ അമ്മയും ശ്രമിക്കുന്നത്? അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല. ഈ മോതിരം നിന്റെ കയ്യിലുള്ളിടത്തോളം എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ബലത്തിലല്ലേ നിന്റെ ഈ അഹങ്കാരം. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഇനി നീ ഇവിടെ കിടക്ക്. നിന്റെ രൂപത്തിലുള്ള എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
എന്താ കാണിക്കുന്നേ? എല്ലാം കുളമാക്കുമല്ലോ. നിനക്ക് സുഖായോ ശ്രേയ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മഹിയേട്ടാ. ക്ഷീണമൊന്നുമില്ലല്ലോ മോളെ? ഒരു കുഴപ്പമില്ല ആന്റി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇത് മരുന്നിന്റെ വല്ല സെഡക്ഷനും ആയിരിക്കും. അതൊന്നുമല്ല, ഇത് ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം. അതൊന്നും വേണ്ട, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. പിന്നെന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? മഹിയേട്ടാ, നിങ്ങൾ തറവാട്ടിൽ പോകാൻ തയ്യാറായതല്ലേ? പോയിട്ട് വാ. ഈ ശ്രേയച്ചിക്ക് എന്താ പറ്റിയത്? വീഴ്ചയിൽ തല വല്ല സ്ഥലത്ത് മുട്ടിയോ? എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാമേ. നിങ്ങളോട് പൊക്കോളാൻ ശ്രേയ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി യാത്ര മുടക്കണ്ട. അതെ, അവര് പോയിട്ട് വരട്ടെ. മാളു, നമുക്ക് പോവാം. മഹി വാഗങ്ങേ, നമുക്ക് പോവാം. ഫ്രണ്ട് ഇരുന്നാ മതി. വേണ്ട മാളു, ഇല്ല ഞാൻ ഇവിടെ ഇരുന്നോളാം. വേണ്ട. അയ്യോ വേണ്ട, വേണ്ട മാളു. അങ്ങോട്ട് കേറുകെങ്ങ. ഈ മാളു ഇവക്ക് എന്താ ഭ്രാന്തായോ? അതോ മഹിയുടെ മുന്നിൽ ആളാവാനുള്ള അഭിനയോ? അതിന് എന്നെ എന്തിനാ ഫൂളാക്കിയേ? ഇവക്കുള്ളത് ഞാൻ കൊടുത്തോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ, എന്താമ്മേ? മോനമ്മയോട് നീരസമുണ്ടോ? എന്തിന്? ആഗ്രഹിക്കാത്തൊരു ജീവിതത്തിലേക്കല്ലേ മോനെ അമ്മ തള്ളിവിടുന്നത്? അമ്മയ്ക്ക് എപ്പോഴെങ്കിലും കുറ്റബോധം തോന്നിയല്ലോ? ശ്രീരാമചന്ദ്രന്റെ കഥ മോൻ കേട്ടിട്ടില്ലേ? സീത പതിവ്രതയാണെന്നറിഞ്ഞിട്ടും ഭാര്യ ഉപേക്ഷിക്കാൻ ശ്രീരാമൻ തയ്യാറായത് കുടുംബത്തിനും രാജ്യത്തിനും വേണ്ടിയാ. ഇവിടെ സീത തന്നെ രാമനെ വേണ്ടെന്ന് വെക്കുമല്ലേ? മോനെ, ഈ കുടുംബം മോനെ ആശ്രയിച്ചാ നിലനിൽക്കുന്നത്. അച്ഛനും അമ്മയും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾക്കുള്ള ശിക്ഷ മരണമായും മറ്റു ദുർവിധികളായും വേട്ടയാടിക്കൊണ്ടിരിക്കുക. അമ്മ ഇനി ഇത് ആവർത്തിക്കണമെന്നില്ല. എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാൻ ഗൗരിയുടെ മകളെ സ്വീകരിക്കുകയല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. പാപത്തിന്റെയും വിധിയുടെയും കഥകൾ പറയുന്ന അമ്മയോട് ഒരു തർക്കത്തിന് ഞാനില്ല. പക്ഷേ ഒരു കാര്യം അമ്മയ്ക്കും മുത്തച്ഛനും ചെയ്യാമായിരുന്നു. ധൃതി പിടിച്ചുള്ള ഈ കല്യാണത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. ഒരു 3 മാസത്തെ സാവകാശം വേണമെന്ന് പറഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാതെ വേറെ വഴിയില്ല. നീ ഇപ്പോഴും ശ്രീകുട്ടി സുഖപ്പെടുന്നു വിശ്വസിക്കുകയാണോ? അവരെവിടെയുള്ളെന്ന് പോലും ആർക്കും ഒരു വിവരമില്ല. അമ്മ സങ്കടപ്പെടുന്നത് പോലെ ശ്രീകുട്ടിക്ക് കാലുകൾ നഷ്ടപ്പെട്ടോന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ സംഭവിച്ചെങ്കിൽ ഒരിക്കലും കാഞ്ചനയും കുടുംബവും ഈ നാട്ടിലേക്ക് വരാൻ പോകുന്നില്ല. വീണ്ടും അതിന്റെ വേദനയിൽ നീ കഴിച്ചു കൂട്ടുന്നത് അമ്മയ്ക്ക് കാണാനുള്ള കരുത്തുമില്ല. എന്റെ ഏറ്റവും വലിയ ആശ്വാസം സഞ്ജന നിന്നോട് കാണിക്കുന്ന സ്നേഹോ. അന്ന് മോതിരം അഗ്നിയെ വീണപ്പോ അവൾ അത് തെളിയിച്ചു കഴിഞ്ഞു. അമ്മ മോനോട് ചെയ്തത് അപരാധമായി പോയെന്ന് മോന് തോന്നരുത്.
അമ്മ ചിന്തിച്ചതൊക്കെ ഒരു അമ്മയുടെ പരിധിക്കുള്ളിൽ നിന്ന് തന്നെയാ. നിങ്ങളുടെ ആഗ്രഹത്തിനൊക്കെ ഞാൻ വഴങ്ങി തരുന്നത് ഈ കുടുംബത്തിന് വേണ്ടിയും. നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. അമ്മ പോയി കിടന്നുള്ളൂ. പടിയിറങ്ങിപ്പോയ അസുഖത്തെ നീ തിരിച്ചു വിളിക്കണ്ട. ചെല്ല. കേട്ടില്ലേ ഞാൻ എന്തൊക്കെ സഹിക്കുന്നുണ്ടെന്ന്? വീട്ടുകാരടിച്ചേൽപ്പിക്കുന്ന ദുർവിധിയുടെ ഭാരം വർദ്ധിപ്പിക്കാനാ നീ ശ്രമിക്കുന്ന. അതിന് നീ ഒട്ടും പിന്നിലല്ല സ്വാതി. ഞാൻ അനുഭവിച്ചോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. अरे दोस्त, आज मेरा बेटे का हल्दी है. അവരിതുവരെ എത്തിയില്ലേ മോളെ? അവര് വരും നമ്പീശ. എന്റെ മകളുടെ ഒരു ചടങ്ങിന്ന് അവർക്ക് പിന്മാറി നിൽക്കാൻ കഴിയില്ലെന്ന് നമ്പീശന് അറിഞ്ഞൂടെ? ശരി. ദേ, വർമ്മ സാറിന്റെ സന്തോഷം കണ്ടില്ലേ? മുംബൈയിലെ മുഴുവൻ സുഹൃത്തുക്കളെയും വിളിച്ച് അറിയിക്ക. ആ ആന്റി, സഞ്ജനയുടെ അവള് ഗ്രീൻ റൂമിലാ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് ചെല്ല്. അങ്ങോട്ട്. മാഡം, മംഗലശ്ശേരിന്ന് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓഹോ, മല്ലിക മോളുടെ അടുത്തേക്ക് ചെല്ലേ. ആവശ്യമുള്ള ഓർണമെന്റ്സ് അവളെ കൊണ്ട് ധരിപ്പിക്കണം. അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. അങ്ങോട്ട്. അവരെ സ്വീകരിക്കണം മോളെ. മോളെ എന്ന് വർമ്മ സാറിനെ വിളിക്കും. ശരി നമ്പീശ. ശുക്രിയ. അതെ, അവരെത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. എത്തിയോ? നമ്മൾ അതിനല്ലേ വെയിറ്റ് ചെയ്തത്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. മോളെ, കഴിയാറായോ? അങ്ങനെ സഞ്ജനിക്കും മഞ്ഞൾ കല്യാണമായി. സഞ്ജുവിനെ നീ സ്വന്തമാക്കുമെന്ന് ഞാൻ കരുതിയില്ല മോളെ. ഒടുവിൽ നിന്റെ പ്രണയം ജയിച്ചു, സ്വാതി തോറ്റു. സഞ്ജുവിനെ ഞാൻ സ്വാതിയിൽ നിന്നും തട്ടിയെടുത്തതാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഞാൻ ആഗ്രഹിച്ചതുപോലെ സ്വാതി തന്നെയാ സഞ്ജുവിനെ എനിക്ക് വിട്ടു തന്നത്. മിടുക്കി. പാവം സ്വാതി, അവൾക്ക് അതിനല്ലേ കഴിയൂ. വീൽ ചെയറിലിരുന്നാണെങ്കിലും അവളിവിടെ വരുമോ? അവൾ എങ്ങനെ വരാനാ? അതിന് നിരാശ അവൾക്ക് ഉണ്ടാവും. ഇതൊക്കെ അവളും കൂടെ ആഗ്രഹിച്ചതല്ലേ. ഭാഗ്യം ഉണ്ടായത് സഞ്ജനിക്കും. ആഹാ, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? അവരൊക്കെ എത്തിക്കഴിഞ്ഞു മോളെ. ചടങ്ങ് തുടങ്ങാനുള്ള സമയമായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? വിശാലിന് ഒന്നും സംഭവിക്കരുത്. എന്നാ തന്റെ പണി നടക്കട്ടെ. സംഗതി വിജയിച്ചാലേ ഇപ്പൊ തന്നതിനേക്കാളും കൂടുതൽ പണം ഞാൻ തന്നിരിക്കും. എന്റെ ഒരു സന്തോഷത്തിന്. ഇത് വിജയിച്ചിരിക്കും മാഡം. ആ എന്നാ താൻ ചെല്ല് ചെല്ല്. എന്താ നീ പ്രാർത്ഥിച്ചത്? എന്തേ? എന്തിനാ അതറിയുന്നത്? പറയടോ, എന്താ പ്രാർത്ഥിച്ചതെന്ന് ഞാനും കൂടി ഒന്ന് അറിയട്ടെ. പറഞ്ഞില്ലെങ്കിലോ? താനത് എന്നോട് പറയാതിരിക്കോ? പറയാം. എങ്കിൽ പറയൂ. ഇനിയും ഒരു 100 ജന്മം എനിക്ക് വിശാൽ സാറിന്റെ ഭാര്യയായിരിക്കാൻ സാധിക്കണേന്ന്. കൊള്ളാലോ. എന്നിട്ട് അല്ല, വിശാൽ സാർ എന്താ പ്രാർത്ഥിച്ചേ? ഞാനും അങ്ങനെ തന്നെയാ പ്രാർത്ഥിച്ചത്. എന്നും എപ്പോഴും പാർവതി എന്റെ ഒപ്പം ഉണ്ടാവണേന്ന്. വിശാൽ സാർ, തേനീച്ചകള് ഇതൊക്കെ എവിടുന്നാ വരുന്നേ? വിശാൽ സാർ, വിശാൽ സാർ, പാർവതി ഇവിടുന്ന് പോ. അയ്യോ എന്റെ മോനെ, ഇങ്ങോട്ട് വരണ്ട. അയ്യോ എന്റെ കുഞ്ഞ്. അമ്മേ ഇങ്ങോട്ട് വരണ്ട, തേനീച്ചകൾ അമ്മേ കുത്തും. അയ്യോ എന്റെ മോനെ വിശാലേ. എന്താ ചെയ്യാ? വിശാൽ വിശാൽ സാർ, വിശാൽ സാർ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ രക്ഷക നീയാണെന്ന് നീ മനസ്സിലാക്കിയാൽ നിന്റെ മനസ്സിലെ പ്രശ്നങ്ങളെ അവിടെ അവസാനിക്കും. സമയത്തിനെ നമുക്ക് ശേഖരിച്ചു വെക്കാൻ കഴിയില്ലല്ലോ സർ, അതുകൊണ്ട് പറഞ്ഞതാ. ഈ മുറിവിലൊക്കെ തേൻ പുരട്ടിയ മുറിവ് പെട്ടെന്ന് ഉണങ്ങും. ഞാൻ പോയി എടുത്തിട്ട് വരാം. കണ്ടോ, തേനീച്ച കുത്തിയുണ്ടായ മുറിവിന് തേൻ തന്നെയാണ് മരുന്നെന്ന് നീ ഇപ്പൊ പറഞ്ഞു. അതുപോലെ നീ കാരണം എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അത് ശരിയാക്കാനുള്ള ശക്തി നിന്നിൽ തന്നെയുണ്ട്. നീ പറഞ്ഞതുപോലെ സമയം ശേഖരിച്ചു വയ്ക്കാൻ കഴിയില്ല. നീ വേഗം പോയി എടുത്തിട്ട് വാ.
വിശാൽ സാറ് സൂക്ഷിക്കണം, ഒരുപാട് സൂക്ഷിക്കണം. സമയത്തിനെ നമുക്ക് ശേഖരിച്ചു വെക്കാൻ കഴിയില്ലല്ലോ സർ, അതുകൊണ്ട് പറഞ്ഞതാ. ആ തേനീച്ചയും കൊണ്ട് വന്നവൻ എന്തൊക്കെ വീരവാദങ്ങളാ മുഴക്കിയത്. തേനീച്ചയെ തുറന്നുവിട്ട എല്ലാം കാലിയാകും, പാർവതി തേനീച്ചയുടെ കുത്തേറ്റ് മരിക്കും, എന്തൊക്കെയാ അയാള് പറഞ്ഞത്. എന്നിട്ടിപ്പോ എന്തായി? അവൾക്കൊരു ചുക്കും സംഭവിച്ചില്ല. പ്രതീക്ഷിച്ചത് മുഴുവൻ പാഴായി. അയാൾക്ക് കൊടുത്ത പണവും വേസ്റ്റായി. ഇത് വല്ലാത്ത ദുര്യോഗമായി പോയല്ലോ. ജാസ്മിൻ, ജാസ്മിൻ, ഇവിടെ എന്താ സംഭവിച്ചത്? തേനീച്ച പ്രയോഗം കൊണ്ട് ആ പാർവതിയുടെ കഥ കഴിയുന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് അവക്കൊരു കുഴപ്പം സംഭവിച്ചില്ലല്ലോ. തേനീച്ചയുടെ കുത്ത് മുഴുവനും ഏറ്റത് വിശാലിനും. ഹൗ ഡിഡ് ഹി സർവൈവ്? അത് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ആ തേനീച്ചക്കാരനെ വിശാലിനെയും പാർവതിയും കാണിച്ചു കൊടുത്തിട്ട് അവിടുന്ന് മുങ്ങിയിരുന്നു. ഞാൻ എങ്ങാനും അവിടെ നിൽക്കുന്നത് അവര് കണ്ട എന്നെ സംശയിച്ചാലോ എന്ന് ഓർത്തിട്ടാ ഞാൻ മുങ്ങിയത്. അതുകൊണ്ട് എക്സാക്ട്ലി എന്താ അവിടെ നടന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ പണി പാളിപ്പോയി. ജാസ്മിൻ, അവളുടെ ആയുസിന് അപാര ബലമാണല്ലോ ജാസ്മിൻ. അങ്ങനെ ഇതിൽ നിന്ന് പിന്മാറാനൊന്നും ഞാൻ ഒരുക്കമല്ല. അവളെ, ആ പാർവതിയെ, അവളെ ഞാൻ നശിപ്പിച്ചിരിക്കും. അവളെ വെള്ള പുതപ്പിച്ച് ഞാൻ കിടത്തും. അതെന്റെ വാശിയ. അത് ഞാൻ നടത്തിയിരിക്കും. ഇനി എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? വ്യക്തമായ പ്ലാനൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. ഇന്നവളെ ചിതയിലേക്ക് എടുക്കുമെന്നല്ലേ ഞാൻ കരുതിയത്. അത് പാളിപ്പോയില്ലേ. പെട്ടെന്നൊരു മാർഗം എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. പക്ഷേ പതിയിരുന്ന് ഞാൻ അവളെ കൊന്നിരിക്കും. ഇനി നീ ഒരു നീക്കം നടത്തുന്നുവെങ്കിൽ അത് പഴുതടച്ചാവണം. അടുത്ത അറ്റംപ്റ്റിൽ അവളുടെ ശവം വീണിരിക്കണം. ശവം വീണിരിക്കും. ആന്റി അത് കാത്തിരുന്ന് കണ്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പഴങ്കഞ്ഞി കഴിക്കുന്നതേ ചാമയ്ക്ക് അത്ര ഇഷ്ടമല്ല. ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ ചെന്നെടുത്ത് കഴിക്കും. പഴങ്കഞ്ഞി അടുക്കളയിൽ കഴിക്കുന്നതും ഒരു രസ. ഒന്ന് മാറൂ. ആ, എനിക്ക് മനസ്സിലായി. ശ്യാമയ്ക്കും അമ്മയ്ക്കും വിഷമം വരാതിരിക്കാനുള്ള അടവല്ലേ? ഈടത്ത് ഇപ്പൊ കണ്ടോ, അടവാണോ ആത്മാർത്ഥമായിട്ടാണോന്ന്. ആ, പഴങ്കഞ്ഞി കഴിക്കുന്നത് എപ്പോഴും ഞാനായിട്ട് വിളമ്പിട്ടാ. ശ്യാമയ്ക്ക് മടിയാ. ഇങ്ങതാ തന്നെ, എടുക്കെടുക്കെടു. അച്ചാറുണ്ടോ? കുറച്ച് ധൈര്യം കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി. അല്ല അഖിലേ, അഖിലിന് സത്യമായിട്ട് ഇഷ്ടാണോ പഴങ്കഞ്ഞി? എടുത്ത് കണ്ടോ? ആ, കൊണ്ടുവാ. ആ, പഴങ്കഞ്ഞി കഴിക്കുന്ന വിധം ഞാൻ കാണിച്ചുതരാം. ആദ്യം പഴങ്കഞ്ഞി ഒന്ന് റെഡിയാക്കണം. ഇങ്ങനെ ഞെരടി ഇങ്ങനെ കണ്ടില്ലേ? എന്നിട്ട് മുളക് ഇങ്ങനെ എടുത്തിട്ട് ഇനി കുറച്ച് തൈര് കൂടി ഒഴിക്കണം.
പിന്നെ കുറച്ച് അച്ചാർ കൂടി മിക്സ് ചെയ്യണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്കിനി കുടിക്കാം. സൂപ്പർ. സത്യം പറ, ഏടത്തേക്കൊന്ന് കഴിക്കാൻ തോന്നില്ലേ? കൊതി വരുന്നില്ലേ? ചമേ വാ വാ കുടിക്ക കുടിക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇനി ആരും ചോദിക്കരുത്, തരാനില്ല. അമ്മേ, അടുക്കളയിൽ ഇനി പഴങ്കഞ്ഞി ഉണ്ടോ? അമ്മേ, ഉണ്ടെങ്കിൽ വെച്ചേക്കണേ, എനിക്ക് വന്നിട്ട് കഴിക്കാനാ. ദുഷ്ടൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ചില നിമിത്തങ്ങള് കാണുമ്പോഴേ എനിക്കറിയാം ജോലി കിട്ടിയില്ല. അഖിമോനെ, നിരാശപ്പെടണ്ട. അല്ല സാർ, ആഗ്രഹിച്ചതുപോലെ നടന്നില്ല എന്ന് വെച്ചാ? ആഗ്രഹിച്ചതുപോലെ നടന്നില്ല എന്ന് വെച്ചാ ആഗ്രഹിച്ചതിന് മുകളിലാണ് സംഭവിച്ചത്. ജോലി കിട്ടിയെന്നോ? പ്രതീക്ഷിച്ചതിലും കൂടുതൽ സാലറിയില് എനിക്ക് നിയമനം കിട്ടി. കൃഷ്ണ, അപ്പോയിന്റ്മെന്റ് ഓർഡർ. നാളെ തന്നെ ജോയിൻ ചെയ്യണം. മധുരം കഴിക്കെല്ലാരും. ഏടത്ത് തന്നെ ആദ്യം കഴിച്ചോളൂ. അല്ല, വേണ്ട, വേണ്ടായിരുന്നു. നാണിക്കണ്ട എഴുതി എടുത്തോ. സത്യം പറഞ്ഞ മോനെ, ഇപ്പോഴാ അച്ഛന്റെ ഉള്ളം തണുത്തത്. യൂറോപ്പിലും കമ്പനിക്ക് ബ്രാഞ്ച് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ഓപ്റ്റ് ചെയ്യാം. അത് വേണ്ട സാർ, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിന്നാ മതി. എടുത്തി, എന്തായി? എന്ത് പറയുന്നു? ദാ ഒന്ന് വായിച്ചു നോക്കൂ. ശ്യാമേ, അങ്ങനെ നീ അങ്ങ് അഹങ്കരിക്കണ്ട. ഞാൻ സാധാരണ അങ്ങനെ അഹങ്കരിക്കുന്ന ആളല്ലെന്ന് എഴുത്തിക്കും അറിയാം, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്നിപ്പോ എനിക്ക് ചെറിയൊരു അഹങ്കാരം തോന്നുന്നുണ്ട്. അഖിൽ സാറിന് ജോലി കിട്ടില്ല എന്ന് പുച്ഛിച്ച് സംസാരിച്ച എഴുത്തിയുടെ മുമ്പില് അഹങ്കാരത്തോടെ തന്നെയാ ഞാൻ നിൽക്കുന്നത്. എഴുത്തെ പോലുള്ളവരെ ഞങ്ങളുടെ വീഴ്ചയിൽ ചിരിക്കും, പക്ഷേ ദൈവം ഞങ്ങളുടെ കൂടെയാ.
സാർ ജോയിൻ ചെയ്യാൻ പോകുമ്പോ ഞാനും കൂടി വരട്ടെ, ഒരു സന്തോഷത്തിന്. പിന്നെന്താ, നമ്മൾ ഒരുമിച്ച് പോകുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിച്ചക്കാർ ഓരോ വാതിലും മുട്ടി കൈനീട്ടും പോലെ ഓരോ കടകൾക്ക് മുമ്പിൽ പോയി ജോലി തെണ്ടുകയായിരുന്നില്ലേ നീ ഇതുവരെ? റെഡി ആയിരുന്നില്ലേന്ന്? നിന്റെയൊക്കെ തോന്നിവാസം നടത്തി ഇത്രയും കാലം എത്ര കള്ളങ്ങളാ നീ പറഞ്ഞിരുന്നത്? നീ പറഞ്ഞ ആ കള്ളങ്ങളൊക്കെ വിശ്വസിച്ചു പോയത് ഞാനൊരു മണ്ടിയായിരുന്നതുകൊണ്ടല്ല, എന്റെ അനിയത്തിമാര് കള്ളം പറയില്ല എന്നുള്ള വിചാരം കൊണ്ടാ. നിന്നെയൊക്കെ വിശ്വസിച്ചതുകൊണ്ട്. ചേച്ചി ചേച്ചി, ഞാൻ തെറ്റൊന്നും. മിണ്ടരുത് നീ, വൃത്തികെട്ട ജന്തു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എവിടേക്കാണെന്നോ എന്തിനാണെന്നോ ഞാൻ ചോദിക്കാറില്ല. എന്തുകൊണ്ട്? അതൊരു വിശ്വാസം കൊണ്ടാ. അരുതാത്തതിലൊന്നും എന്റെ അനിയത്തിമാര് പോയി തല വെക്കില്ല എന്നുള്ള വിശ്വാസം കൊണ്ട്. അതാണ് നീ തകർത്തത്, ആ വിശ്വാസത്തെ. എന്താ വലിയച്ചി ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നം? പ്രശ്നം വളരെ ചെറുതാ. ഇവിടെ പട്ടിണി ആയതുകൊണ്ടേ നിന്റെ കുഞ്ഞേച്ചി ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറി. അവിടുത്തെ മുതലാളിയും പ്രസാദേട്ടന്റെ അനിയൻ മുരളിയുമായിട്ട് ഇവള് കാരണം തെരുവ് യുദ്ധം നടന്നു. എന്നിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഇവളൊരു വാക്ക്. ചേച്ചി, ഞാൻ തെറ്റൊന്നും. മിണ്ടരുതെന്ന് പറഞ്ഞില്ലേടി നിന്നോട്? എടി മിണ്ടരുതെന്ന്. ചേച്ചി എന്റെ ഈശ്വര, ഞാനിനി എന്താ ചെയ്യേണ്ടത്? രണ്ടിനെ ഒരു അമ്മ വളർത്തുന്നത് പോലെയല്ലേ ഞാൻ ഇതുവരെ വളർത്തിയത്. എന്നിട്ട് ആരോടൊന്നില്ലാതെ വഴക്കുണ്ടാക്കുകയും തല്ലുണ്ടാക്കുകയും. ഇത് നിന്റെ ഒരു ശീലമാ. അങ്ങനെ ശത്രുക്കളെ ഉണ്ടാക്കും. അവര് തഞ്ചവും തരവും നോക്കി ഓരോന്നിനും മുതിരും. ആരോരും ഇല്ലാത്തവരാണ് നമ്മളെന്ന ചിന്തയെങ്കിലും വേണ്ടേ മനുഷ്യർക്ക്? ചേച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞെടുത്തോളം മതിയെല്ലാം. കുടുംബത്തോടെ നമ്മളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരുത്തൻ ഒരു വശത്ത്, അതിന്റെ കൂടെ ഇതിപ്പോ. നാളെ ആ സൂപ്പർ മാർക്കറ്റുകാരൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇതുപോലെ എവിടെയൊക്കെ ചെന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ആർക്കറിയാം? എന്റെ ഈശ്വര. ചേച്ചി, ആ സൂപ്പർ മാർക്കറ്റുകാരന്റെ കാര്യം പറയരുത്. അവനെ പോലുള്ളവരെ വെറുതെ വിടുന്നത് ആപത്ത്. കണ്ടോ, ഇതാണ് അവന്റെ അടുത്ത് അപേക്ഷയും കൊണ്ട് പോയതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അവിടെ പോകും മുമ്പ് നീ എന്നോടൊരു വാക്ക് പറഞ്ഞോ? ജോലിക്ക് കയറിയിട്ടൊരു വാക്ക് പറഞ്ഞോ? ഇല്ല. അതാണ് അത്തരക്കാർക്ക് വളം വെച്ചു കൊടുക്കുന്നത്. മാതാപിതാക്കളോ ആങ്ങളെ പെങ്ങളുമാരോ ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ അവന്മാർ എന്തും ചെയ്യും, എന്തും. പക്ഷെ ചേച്ചി, മിണ്ടരുതെന്ന് പറഞ്ഞില്ലേടി? നിന്റെ ഒരു വാക്ക് പോലും ഇനി എനിക്ക് കേൾക്കണ്ട. എന്റെ കൺമുന്നിൽ നിന്ന് പൊയ്ക്കോണം. പൊക്കോണം എവിടെയാന്ന് വെച്ചാ. ഇങ്ങനെ ഒരു അനിയത്തി ഇനി എനിക്കില്ല. എടി പോ, പോവാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.